ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമുക്കൊരു പാലക്കാച്ച് വീഡിയോ കാണാം. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 4:45 കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കയറുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കയറിയ സമയത്ത് തന്നെ ബാങ്ക് വിളിക്കുന്നുണ്ട്. ആദ്യം മാമായും വീട്ടിയുമായും മാമിയും കൂടെ വീട്ടിലോട്ട് കയറിയതിന് ശേഷം പുറകെ ഞങ്ങളും എല്ലാവരും കൂടെ കയറിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ കയറിയ ടൈമിലായിരുന്നു രാവിലെ സുബഹിക്കുള്ള ബാങ്ക് വിളിച്ചത്. പിന്നെ ഉസ്താദ്മാർ അവിടെ നിന്ന് ബാങ്ക് വിളിച്ചതിന് ശേഷം നിസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാനും അൽഫിയും സഫയും നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം വന്ന് വെളിയിലോട്ട് നിന്ന്. കാരണം ബാക്കിയുള്ളവരെല്ലാം അകത്തായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ബോറടിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ വന്നിരുന്ന്. പിന്നെ ഞാൻ വെറുതെ പോയി ഒറ്റയ്ക്കിരിക്കുന്നുണ്ടായിരുന്നു. 2 പിള്ളേർ അങ്ങോട്ടോ എവിടെയോ പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഉമ്മായും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഞാനാണ് ഈ ആപ്പിൾ ഓറഞ്ചും അതൊക്കെ അവിടെ നിന്ന് അരിഞ്ഞത്. കാരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ് ഞാൻ തന്നെ അരിയാനും പറഞ്ഞ് ഞാനിങ്ങ് വാങ്ങി വെച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ പോയി നല്ല രീതിയിൽ ഉറങ്ങിയായിരുന്നു. കാരണം 2 ദിവസം കൊണ്ട് ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചൊരു 10:30 ആയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് റെഡിയായി പോകുന്ന ടൈമായപ്പോൾ എനിക്ക് തോന്നുന്നു 2:30 മണിയായി കാണും. ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉറക്കണീറ്റത്. ഉറക്കണീറ്റ് പിന്നെ അങ്ങോട്ട് പോയതിന് ശേഷം ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്നപ്പം കുഞ്ഞാവേനെയൊക്കെ കിട്ടി നമ്മൾ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് രാത്രി ഇട്ടിരുന്ന ചുരിദാറൊക്കെ മാറ്റിയിട്ട് ഞാൻ നോർമൽ വീട്ടിൽ നിന്ന് ഡ്രസ്സിലോട്ട് കയറിയിട്ടുണ്ട്. കാരണം എനിക്ക് ഇതിനാകുമ്പോൾ മാത്രമാണ് ഒന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ചുരിദാർ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഇനി ഭയങ്കര ചൂടെടുക്കുന്നതാണൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുവിധം തളർന്നവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. പകലൊക്കെ ആളായതുകൊണ്ട് എനിക്കങ്ങനെ എടുക്കാൻ ടൈമില്ലായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ വീട്ടിൻ്റെ വെളിയിൽ പോയി ഫ്രണ്ട് പോർഷൻ തൊട്ട് എടുത്തു തുടങ്ങിയാണ്. പക്ഷെ ഞങ്ങളവിടെ കുറച്ച് ഒതുക്കലും പരിപാടിയിലായിരുന്നു. പാത്രങ്ങൾ കഴുകി വയ്ക്കലും അങ്ങനത്തെ എല്ലാ പരിപാടിയിലായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ കിടന്ന ലൈറ്റൊക്കെ അണച്ച്. എന്നാൽ ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന ഭാഗം. ഇത് ഓപ്പൺ കിച്ചൺ ആണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു റൂം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഈ റൂമിൽ എല്ലാത്തിലും ആളെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതിൽ സഫ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ റൂമിൽ അൽഫി കിടന്നുറങ്ങുന്നുണ്ട്. അതിൻ്റെ വേറെ റൂം പിന്നെ നമ്മൾ അടച്ചിട്ടേക്കായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ കണ്ണാടിയാണ്. ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കളിക്കാം. ലൈറ്റിൻ്റെ യെല്ലോ ഉണ്ട്, വാം ഷെയ്ഡ് 2 ഉണ്ട്, പിന്നെ നല്ല ബ്രൈറ്റ് കളറും ഉണ്ട്. ഇതാണ് എൻ്റെയും സഫയുടെ അൽഫിൻ്റെയും ഫേവറേറ്റ് സ്പോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോകുന്ന സമയത്ത് മുകളിൽ വരുന്നതെന്ന് വെച്ചാൽ 2 റൂമാണ്. പിന്നെ 2 സൈഡിൽ 2 ബാൽക്കണി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി പോവുകയാണ്. ഇവിടെ ഈ സമയത്ത് കുറച്ച് ഉറങ്ങാതെ ബോധത്തോടെ ഇരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ 10 മണിയായപ്പോൾ പോയി കിടന്നുറങ്ങിയിട്ട് 2 മണിക്കാണല്ലോ വന്നത്. ആ സമയത്ത് എൻ്റെ ക്ഷീണം ഫുള്ളും പോയി. പക്ഷേ ബാക്കിയുള്ള പിള്ളേരെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ടൈമായി. പിന്നെ ഉമ്മായും മാമിയും നബീലൊക്കെ നല്ല ജോലി തിരക്കിലാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ പാത്രം കഴുകൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവരോട് സഹായിക്കാൻ പോയാന്ന് വെച്ചാൽ വലിയ രീതിയിൽ സഹായിച്ചൊന്നുമില്ല. കാരണം ഞാൻ വീടെടുക്കാന്നും പറഞ്ഞ് ഇങ്ങ് വന്നില്ലേ. ഈ ഗോൾഡൻ ഷെയ്ഡിൽ ഈ ഭിത്തിയിൽ കൊടുത്തേക്കുന്ന പെയിന്റാണ് ഏറ്റവും കിടിലൻ സാധനം. ഈ വീട്ടിലെ ഹൈലൈറ്റ് അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗം അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാൽക്കണിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.